ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തെസ്സലോനിക്കർ 1 അതിൻ്റെ 4 വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഈ കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് അവിടുന്ന് ഇടപെടണം, സംസാരിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, ജനത്തിൻ്റെ ആവശ്യങ്ങളെ അറിയുന്നു. സ്വർഗം അതിൻ്റെ മേൽ ഇടപെടണം, സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം മാറിപ്പോകട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിരാശങ്ങൾ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ ഉടയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നത്. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഈ കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മനത്തിലും തൻ്റേതായ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഇവയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിക്കായല്ല, വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് എഴുതുകയാണ്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ നടത്തുകൾ, നമ്മുടെ വഴികൾ, നമ്മുടെ നിരൂപണങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കുവാൻ, സമാധാനമുള്ള ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ജീവിതം നയിക്കുവാൻ സാധിക്കും. നീ മറ്റുള്ളവരെ ആദരിക്കുന്ന വ്യക്തിയായി മാറുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പലപ്പോഴും ദൈവത്തിന് ഹിതമില്ലാതെ നമ്മുടെ നടത്തുകൾ, ദൈവത്തിന് ഹിതമില്ലാത്ത നിരൂപണങ്ങൾ, ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികൾ, കാഴ്ചകൾ, ഇതെല്ലാം നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നുവെങ്കിൽ അതേ നമുക്ക് വിശുദ്ധിയിൽ, നമുക്ക് സന്തോഷത്തിൽ, നിത്യതയിൽ ജീവിക്കുവാൻ സാധിക്കും. അതേ നിന്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും സാധിക്കത്തുള്ളൂ. അതാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് എഴുതുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം
നിങ്ങളെ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നത്, ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഈ കൽപ്പനകൾ തന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ശുദ്ധീകരണം കൂടാതെ, ശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവരാജ്യത്ത്, സ്വർഗരാജ്യത്ത് പോകുവാൻ സാധ്യമല്ല. പലപ്പോഴും നമ്മുടെ ചിന്താവിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ളതാണ്. അല്ല, ദൈവത്തിൻ്റെ വചനകം, ദൈവത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് മാത്രമേ ഒരുവന് ദൈവരാജ്യത്ത്, സ്വർഗരാജ്യത്ത് പോകുവാൻ സാധിക്കത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 18 മുതൽ, വായിൽ നിന്ന് പുറപ്പെടുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഇതത്രേ, കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ അശുദ്ധിക്കായല്ല തിരഞ്ഞെടുത്തത്, വിശുദ്ധിക്കായാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ആകയാൽ നിങ്ങൾ തുച്ഛിക്കുന്നത് മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തനങ്ങൾ, നല്ല നിരൂപണങ്ങൾ നമ്മുടെ കൂട്ടുവിശ്വാസിക്കെതിരെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നീതിയിൽ, ദൈവസന്നിധിയിൽ നമുക്ക് നീതിയായി ചിന്തിക്കുവാൻ, നമുക്ക് കൂട്ടു സഹോദരനെതിരെ നല്ല ചിന്തകൾ ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതല്ല, നീ മോശമായി ചിന്തിക്കുന്നുവെങ്കിൽ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു, നീ മരണത്തിൽ വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇതത്രേ, കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ അശുദ്ധിക്കായല്ല, വിശുദ്ധീകരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശുദ്ധീകരണം കൂടാതെ, വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ പ്രസാദിക്കുവാൻ സാധ്യമല്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചെറിയൊരു ചിന്ത മാത്രം എടുക്കുവാൻ, ദുശ്ചിന്തയുള്ള ചിന്ത. ദുശ്ചിന്തയെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനത്തെ കൊണ്ടുവരുന്നതാണ്, അസമാധാനത്തെ കൊണ്ടുവരുന്നതാണ്. നല്ല ചിന്തനകൾ നമുക്ക് സമാധാനത്തെ കൊണ്ടുവരുന്നു. എന്നാൽ മോശമായ ചിന്തനകൾ, ദുശ്ചിന്തകൾ പലപ്പോഴും നമുക്ക് അസമാധാനത്തെയും നമ്മുടെ നിത്യത തന്നെ നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ അഭിഷിക്തന്മാരെ, നമുക്ക് നല്ല ചിന്തനകൾ ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ ഞാനൊരു രാജ്യത്ത് കടന്നു പോയപ്പോൾ ഒരു അഭിഷക്തൻ അതേ സഭയിൽ അതേ സാക്ഷ്യം പറയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു അഭിഷക്തൻ ആ അഭിഷക്തനെതിരെ മോശമായി ആംഗ്യം കാണിക്കുന്നത് കാണുവാനിട വന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ അഭിഷക്തൻ പറയുന്നത് കള്ളമാണ്, നിങ്ങൾ ഒരു കാര്യവും ചെയ്യല്ലുമെന്നുള്ള ഇങ്ങനെയുള്ള ദുഷ്ടചിന്തനകൾ ചെയ്യുന്ന അനേക അഭിഷക്തന്മാരെ പല രാജ്യങ്ങളിൽ കാണുവാനിടവരുന്നു. എൻ്റെ പ്രിയ അഭിഷക്തന്മാരെ, ഇങ്ങനെയുള്ള അവൻ്റെ അവസ്ഥകളെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കത്തില്ല. ആ അഭിഷക്തൻ്റെ ജീവിത സാഹചര്യം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല. അതേ, നിങ്ങൾ കൈ കാണിക്കുന്നതും, നിങ്ങൾ ഹാങ്യം കാണിക്കുന്നതും, നിങ്ങൾ കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും അറിയുന്ന ഒരു കർത്താവിനെ അതേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവൻ നിങ്ങളുടെ സകല പ്രവൃത്തികളെയും അറിയുന്നു. ദുശ്ചിന്ത പലപ്പോഴും മറ്റുള്ളവർക്ക് അത് പ്രയാസകരമായി മാറും. നമ്മുടെ ദുശ്ചിന്തകൾ നമുക്ക് ജീവിതത്തിൽ നല്ല ചിന്തകൾ കടന്നു വരട്ടെ. ദുശ്ചിന്തകൾ മറ്റുള്ളവർക്ക് നിരാശയും പ്രയാസവും കടന്നു വരും. സഭയിലൊരു അഭിഷക്തൻ വരുമ്പോൾ, എൻ്റെ പ്രിയ സഹോദര, പ്രിയ അഭിഷക്ത, നീ പിന്നിൽ നിന്ന് ആ അഭിഷക്തൻ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, നീ കൈയും കാലും
ആംഗ്യം കാണിക്കുന്നവനാണോ, കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നവനാണോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ ഉള്ളിൽ വക്രത നിറഞ്ഞവനാണ്, ദുശ്ചിന്ത നിരൂപിക്കുന്ന വ്യക്തിയാണ്, നീ നിശ്ചിന്ത ചിന്തിക്കുന്ന അഭിഷക്തനാണ്. നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ഒരു അഭിഷക്തൻ സാക്ഷ്യം പറയുമ്പോൾ നീ കൈയും കാലും നിൻ്റെ ആംഗ്യം കാണിപ്പുണ്ടല്ലോ, അത് സ്വർഗം കാണുന്നുണ്ട്. നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ അങ്ങനെ ചെയ്യുന്നത് അത് സാക്ഷാൽ ദൈവമായ ആ കർത്താവിനെ തന്നെയാണ് നിന്ദിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദര, നീ ആരെയാണ് നിന്ദിക്കുന്നത്? എളിയവനെ ആദരിക്കുന്നവൻ കർത്താവിനെ ആദരിക്കുന്നു. എളിയവനെ നിന്ദിക്കുന്നവൻ ആരെ നിന്ദിക്കുന്നു? അത് കർത്താവിനെ നിന്ദിക്കുന്നു. നീ എളിയ അഭിഷക്തൻ മുന്നിൽ നിൽക്കുമ്പോൾ കൈ ആക്ഷനും കാണിച്ച് അതേ കണ്ണും കാണിച്ച് നിൻ്റെ വക്രത സ്വഭാവങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അത് പ്രിയ സഹോദര, അത് നിൻ്റെ ജീവിതത്തിലുള്ള അശുദ്ധിയുള്ള ദുശ്ചിന്തയാണ്. അതിനെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ദുശ്ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ മരണത്തിൽ വസിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ഉളവാകട്ടെ. നിൻ്റെ എല്ലാ വിചാരങ്ങളും ദുഷ്വിചാരങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മാറട്ടെ. നിൻ്റെ ഉന്നത മനോഭാവമാണ് നിൻ്റെ മുന്നിൽ നിൽക്കുന്ന അഭിഷക്തനെ നീ നിസ്സാരനായി കാണുന്നുവെങ്കിൽ നീ മൂഢനായ മനുഷ്യനാണ്, നീ മൂഢനായ വ്യക്തിയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിന്നെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ മാനസാന്തരപ്പെടുവാൻ, നിൻ്റെ ജീവിതത്തിലുള്ള നിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റുവാൻ, ദുഷ്കാഴ്ചപ്പാടുകളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അതെ എൻ്റെ പ്രിയ സഹോദര, നീ ദുശ്ചിന്തയായി എൻ്റെ പ്രിയ അഭിഷക്ത നീ മുന്നോട്ട് പോയാൽ നീ നിത്യതയിൽ കാണത്തില്ലെന്ന്, നിത്യത കാണുവാൻ സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില അഭിഷക്തന്മാരോട് വളരെ വളരെ ഊന്നി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആ ഉഷക്കലി റാന്തോനി ഹസ്തിയ, നീ മാനസാന്തരപ്പെടുവാൻ നിൻ്റെ വക്രത സ്വഭാവങ്ങളെ വിട്ട് നിൻ്റെ മുന്നിൽ വരുന്ന അഭിഷക്തന്മാരെ കർത്താവ് അറിയാതെ വരുന്നതല്ല, അവൻ സർവ്വതും അറിയുന്നവനാണ്. നിൻ്റെ തലയിലെ മുടിനാരുകൾ വീണാൽ അറിയുന്ന ദൈവം അതേ നിൻ്റെ ചർച്ചിൽ വരുന്ന ഓരോ അഭിഷക്തനെയും നിന്നെ വീക്ഷിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നീ കാണുന്ന ദൈവം അവൻ വാതിലുകളെ തുറക്കുന്ന ദൈവമല്ല, അവൻ വാതിലുകളെ അടയ്ക്കുന്ന ദൈവമാണ്. അവൻ വാതിലുകളെ തുറക്കുന്ന ദൈവവുമാണ്, അവൻ വാതിലുകളെ അടയ്ക്കുന്ന ദൈവമാണ്. എന്നാൽ അവൻ നിന്നെ പരീക്ഷിക്കുന്ന ദൈവമാണ്. നീ മനസ്സിലാക്കണം നിൻ്റെ ദൈവം ആരാണെന്ന്. ഐഷെക്കോളു റാന്തോനീസിയ, അതേ ദുശ്ചിന്തയോടെ ഇരിക്കുന്ന അനേകം പ്രവർത്തിക്കുന്ന അഭിഷക്തന്മാരോട്, വ്യക്തിമണ്ഡലങ്ങളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ ദുശ്ചിന്തകളെ ഉടച്ചു വെച്ചുകൊണ്ട്, അത് ഉടച്ചു കളഞ്ഞുകൊണ്ട് നല്ല നിരൂപണങ്ങൾ നിൻ്റെ കൂട്ടു സഹോദരനെതിരെ, നിൻ്റെ അഭിഷക്തനെതിരെ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ നിരൂപണങ്ങൾ, ദുഷ്ടചിന്തനകൾ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഒരു അഭിഷക്തൻ മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ നീ പിന്നിൽ നിന്ന് വക്രത സ്വഭാവത്തോടെ കണ്ണു കാണിച്ച് കൈ കാണിച്ച് നീ ചിരിക്കുന്നുവെങ്കിൽ, നീ പരിഹസിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ആ എളിയ അഭിഷക്തനെ നീ നിന്ദിക്കുന്ന വ്യക്തിയാണ്. നിന്നുള്ളിൽ ദുശ്ചിന്തയുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സഹോദര, നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അർത്ഥോ ശബല ഹത്തുനസിയ അർത്ഥേ രകിയ മനാദി ശന്തരോ സിഖിയാറിയ നാശോ ദിഖസ്തിയ റബല ഹത്തുവ. നിൻ്റെ എല്ലാ പ്രവൃത്തികളെയും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹൗഷേഹസ്തിയ ഹർത്തി സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവേറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തിയെ എൻ്റെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അകൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തെങ്ങനെന്നാൽ ഓർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, അത് ഏത് നാഴിക നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. എൻ്റെ പ്രിയ അഭിഷക്തന്മാരെ, നിങ്ങളോട് തന്നെയാണ് ദൂത് സംസാരിക്കുന്നത്. നീ മാനസാന്തരപ്പെടുവാൻ, നീ വർഷങ്ങളായി ഈ ദുശ്ചിന്തയോടെ അനേക അഭിഷക്തന്മാരെ നിന്ദിച്ച അഭിഷക്തന
പ്രിയ സഹോദര, സഭയിലുള്ള വ്യക്തിമണ്ഡലമേ, നിന്നോട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. നിൻ്റെ പേര് ജീവനുള്ളവനാണെങ്കിൽ നീ മരിച്ചവനാണ്.